ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഗാന്ധിയം ഗാന്ധി സ്മൃതി സംഗമം കോഴിക്കോട്ട് നടന്നു. സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഗാന്ധിജിയോടൊപ്പം കടൽ തീരത്ത് സ്മൃതി സംഗമ യാത്രയും നടത്തി. ടാഗോർ ഫൗണ്ടേഷൻ കേരളയും ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റും സംയുക്തമായി ഗാന്ധിയം ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയും സത്യവും വിജയിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. PR നാഥൻ ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗാന്ധിജി പ്രവാസിയായിരുന്ന കാലത്ത് ഗാന്ധിയെ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് നയിച്ച വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്കെതിരെ നിലനിന്നിരുന്ന അതിക്രമങ്ങൾ നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നു എന്ന് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് പ്രസിഡന്റ് RJ സജിത്ത് പറഞ്ഞു. പുതിയ കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ മൂല്യം കുറച്ചു കാണുകയും ചരിത്രത്തിൽ നിന്നും പാഠപുസ്തകങ്ങളിൽ നിന്നും അദ്ദേഹത്തെ തമസ്കരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള അന്തർധാര പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് എഴുത്തുകാരനും കോളമിസ്റ്റുമായ നെല്ലിയോട്ട് ബഷീർ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ R ജയന്തകുമാർ അധ്യക്ഷനായിരുന്നു. അനീസ സുബൈദ, K റഹിയാന ബീഗം, സഹീർ ഒളവണ്ണ, മോഹനൻ പുതിയോട്ടിൽ, സാലിഹ് മഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റിന്റെ വിദേശ ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ കുട്ടികളുടെ പുനരധിവാസത്തിനായുള്ള വിരഹ പദ്ധതിയിലെ പുതിയ 4 സാമൂഹ്യ പ്രവർത്തകരുടെ ഇൻഡക്ഷൻ ചടങ്ങും നടന്നു. ദിനേശ് കാരന്തൂർ ഗാന്ധിജിയുടെ വേഷത്തിലെത്തി. ചടങ്ങിന് ശേഷം ഗാന്ധിജിയോടൊത്ത് കടൽ തീരത്തുകൂടി ഗാന്ധി സ്മൃതി സംഗമയാത്ര നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ടൗൺ ഹാളിൽ PV ഗംഗാധരൻ